GLPS Payanadam School Radio. Hi dear little friends, it's me Krishna Kumar Marsh. A live happy welcome to day 36. Come let's talk. കം ലെറ്റ്സ് ടോക്കിൻ്റെ 36-ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അവർക്ക് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഉത്തരങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് എങ്ങനെയെല്ലാം ആവശ്യപ്പെടാം, അതിനുള്ള വ്യത്യസ്തമായ രീതികൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു അല്ലേ. ആർ യു റെഡി ടു എക്സ്പ്ലെയിൻ യുവർ ആൻസർ? ക്യാൻ യു എക്സ്പ്ലെയിൻ എ ലിറ്റിൽ മോർ എന്നൊക്കെ അല്ലേ. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഹൗ ക്യാൻ യു ആൻസർ? നിങ്ങൾക്ക് എങ്ങനെ അതിനുള്ള മറുപടി പറയാം? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നിങ്ങൾക്കിങ്ങനെ പറയാം, ഷുവർലി ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ മൈ ആൻസർ. ഷുവർലി ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ മൈ ആൻസർ. ഓക്കെ, ഇനി മറ്റൊന്നെന്ന് പറയുന്നത് certainly I would be happy to elaborate. Certainly I would be happy to elaborate. മറ്റൊരു ആൻസറിങ് രീതി എന്ന് പറയുന്നത് yes, I am prepared to provide a detailed explanation. Yes, I am prepared to provide a detailed explanation. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, of course I would be delighted to clarify my answer. Of course I would be delighted to clarify my answer. ഓക്കെ, ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് yeah, I can walk you through it. Yeah, I can walk you through it. മറ്റൊരു ആൻസറിങ് രീതി എന്ന് പറയുന്നത് sure thing I would be happy to explain. Sure thing I would be happy to explain. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, absolutely I can break it down for you. Absolutely I can break it down for you. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ചോദ്യം ലഭിച്ചു, അതുപോലെ തന്നെ അതിനെങ്ങനെ മറുപടി നൽകാമെന്നതിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടും കൂടി വെച്ച് പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, ഗോ അഹെഡ്.